ആ ചെറായി ചേട്ടന്റെ നിഷ്കളങ്കത എന്ന് കണ്ടു നോക്ക്. ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. നിങ്ങൾ എല്ലാവരും കണ്ട വീഡിയോ ആണ്. നരേന്ദ്രമോദിജിനെ കൊല്ലും എന്ന് പറയുന്ന വ്യക്തിയുടെ അഡ്രസ്സ് കണ്ടെത്തി തന്നെ എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. സത്യം പറഞ്ഞാൽ ആ വീഡിയോയ്ക്ക് ശേഷം ഞാനൊരു യാത്രയിലായതുകൊണ്ട് എനിക്ക് അതിന്റെ കമന്റുകൾ കൂടുതൽ ശ്രദ്ധിക്കാൻ സാധിച്ചില്ല. പക്ഷെ അതിന്റെ ഇടക്കാണ് പിന്നീട് ഇവിടെ യാത്ര കഴിഞ്ഞ് രാത്രി വന്നപ്പോഴാണ് സിക്കന്ദർ MP എന്ന് പറയുന്ന വ്യക്തി എനിക്ക് മെൻഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റ് കണ്ടത്. കാരണം ഈ പറയുന്ന വ്യക്തി ഇയാളുടെ വാർഡിലെ ആളാണ്. ആളുടെ പേര് മിഥുൻ എന്നാണ്. ഏതായാലും നമ്മൾ ഇപ്പൊ പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി അത് സംഖ്യയാണെന്ന് പറഞ്ഞിട്ട് പലരും കമ്മിറ്റ്. സംഖ്യ ആയിക്കോട്ടെ, അയാൾ മുൻ BJP കാരനായിക്കോട്ടെ, ഏതായാലും നിലവിൽ BJP അനുഭാവിയായ നരേന്ദ്രമോദി. ചേട്ടാ ഒലിക്കുന്നു തുടക്ക്, എത്ര നിഷ്കളങ്കം, എത്ര കരണീയം. ചേട്ടൻ ഈ പറഞ്ഞത് അല്പമെങ്കിലും ആത്മാർത്ഥയും നിഷ്കളങ്കമായിട്ടാണ് എങ്കിൽ ഒറ്റ ചോദ്യമുണ്ട്. ആദ്യം മിഥുനെതിരെ ഇട്ട, മിഥുനാണെന്നറിയാതെ ഏതോ മുസൽമാനാണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ വധഭീഷണി മുഴക്കിയവൻ ആ മുസൽമാനാണെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഇട്ട പോസ്റ്റ്, അതിൽ ഈ പ്രയോഗം നടത്തിയതിന് വേണ്ടിയാണ്. അതും വെള്ളിയാഴ്ച ഇറക്കുന്നു. അങ്ങനെ വെള്ളിയാഴ്ചയുള്ള പ്രത്യേകത എന്താ? അങ്ങനെ ആ പ്രത്യേകത അറിയണവരുണ്ടെന്ന് കമന്റ് ചെയ്യണം. അതോടൊപ്പം എന്താ ചേട്ടാ വെള്ളിയാഴ്ചക്ക് പ്രത്യേകത? എന്താ പ്രത്യേകത? ചേട്ടൻ അവൻ്റെ ഭാഷ കേട്ടപ്പോൾ അവനൊരു മലബാരിയാണെന്നും താടി കണ്ടപ്പോൾ അവനൊരു മുസൽമാനാണെന്നും വെള്ളിയാഴ്ച എന്ന് പറഞ്ഞപ്പോഴേക്കും മുസ്ലിമീങ്ങൾക്ക് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ദിവസമാണെന്ന് വിചാരിച്ചപ്പോൾ അപ്പം ചേട്ടൻ എന്ത് ചെയ്തു? പ്രെഡിക്റ്റ് ചെയ്തു ഇതൊരു മുസൽമാനാണെന്ന്. അങ്ങനെ കേൾക്കുന്ന ആളുകൾക്ക് അത്തരത്തിലുള്ള ഒരു അർത്ഥം ജനിപ്പിക്കുന്ന രൂപത്തിൽ വെള്ളിയാഴ്ച എന്നൊക്കെ പറഞ്ഞങ്ങ് കത്തിച്ചു. ശ്രീ ചെറായി ചേട്ടാ, ഒറ്റ കാര്യം പറഞ്ഞു, നിങ്ങൾ അല്പമെങ്കിലും മനുഷ്യത്വം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അല്പമെങ്കിലും മനുഷ്യത്വം നിങ്ങൾ അന്തർലീനമായി കിടപ്പുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ രാജ്യത്തോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ രാജ്യം, ഈ നാട് കത്തിക്കാൻ നടക്കുന്നവന്മാരാരാ? ഈ നാടിൻ്റെ സൗഹാർദ്ദ അന്തരീക്ഷം തകർക്കാൻ നടക്കുന്ന ആരാ? ഇവിടെ മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവുമൊക്കെ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഈ നാട് നശിപ്പിക്കാൻ നടക്കുന്ന ആരാ? മുസൽമാനാ? ക്രിസ്ത്യാനിയാ? ഹിന്ദുവാ? അല്ല. ഈ വാർത്ത കണ്ടു നോക്കി. മതവിദ്വേഷ പ്രചരണം നടത്തിയ പ്രതി അറസ്റ്റിൽ. നോമ്പിന് ഹോട്ടലിൽ ഭക്ഷണം വിൽപ്പന നടത്തിയതിന് ഇസ്ലാം മതവിശ്വാസികൾ ആക്രമിച്ചെന്ന വ്യാജ പ്രചരണം നടത്തിയെന്ന പരാതിയിലാണ് അറസ്റ്റ്. കുറ്റിപ്പുറം സ്വദേശി 46 വയസ്സുള്ള ശ്രീജിത്തിനെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. വാട്സാപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ് ഇയാൾ വ്യാജ പ്രചരണം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ റമദാൻ മാസത്തിൽ കാണിച്ച തോന്നിവാസമാണ് ഇത്. കേവലം തോന്നിവാസമാണല്ല, ഈ നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി. അതുകൊണ്ട് കഴിഞ്ഞില്ല. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഈ വാർത്ത നോക്കി. വിഗ്രഹം നശിപ്പിച്ചു, ക്ഷേത്രത്തിലേക്ക് മനുഷ്യ വിസർജ്യം വലിച്ചെറിഞ്ഞു. മലപ്പുറത്ത് ബോധപൂർവം വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചയാളെ പോലീസ് പിടികൂടി. അവനാരാ? സ്വന്തം വിസർജ്യം, അവൻ ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കപ്പെടുന്ന ഒരു വസ്തുവിലേക്ക് അവൻ വലിച്ചെറിയണമെങ്കിൽ അവനെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ്? അവനെ ചിന്തിപ്പിക്കുന്ന സിദ്ധാന്തം ഏതാണ്? ഈ രാജ്യത്ത് അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. ഈ സമീപകാലത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമ തകർത്തു. എരുവയിൽ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളും അതിൻ്റെ മുമ്പിലുണ്ടായിരുന്ന വിളക്കുകളൊക്കെ തകർത്തു. ഇതിലൊക്കെ പിടിക്കപ്പെട്ടത് ആരെയാണ്? ഇപ്പം നോക്കൂ, രാമക്ഷേത്രത്തിലെ കൊള്ള ആരാണ്? ഈ രാജ്യം, ഈ നാട്, ഈ നാടിൻ്റെ സമാധാനത്തിൻ്റെ സന്തുലിതാവസ്ഥ തകർക്കാൻ നടക്കുന്ന ആരാ? ഇപ്പോൾ ചേട്ടന് ഉത്തരം കിട്ടിയിട്ടില്ലേ? ഞാനീ പറഞ്ഞിട്ടും. അതുകൊണ്ട് നിഷ്കളങ്കതയൊന്നും ഞങ്ങൾക്ക് ഉണ്ടാക്കണ്ട. ഞങ്ങൾക്ക് ഈ നിഷ്കളങ്കതയൊക്കെ നന്നായിട്ടറിയാം. പറഞ്ഞു മനസ്സിലായി. ഇവിടുത്തെ നാട്ടിലുള്ള എല്ലാ മനുഷ്യർക്കും, ഈ നാട്ടിലുള്ള ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കൊക്കെ അറിയാം, ഈ നാട് കത്തിച്ചിട്ട്, ഈ നാട് ഒരിക്കലും, ഈ രാജ്യം സമാധാനമായിട്ട് പോകാൻ വേണ്ടി അല്ലിത്. ഒരിക്കലും സമാധാനത്തിൽ എല്ലാവരും ജീവിക്കാം, അങ്ങനത്തെ ഒരു ആശയം, ഒരു സിദ്ധാന്തവും ഇല്ല. ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങൾ നോക്കുകയാണെങ്കിൽ ആ സംസ്ഥാനങ്ങളിൽ വെച്ച് ഏകദേശം കുറച്ചൊക്കെ സന്തോഷവും സമാധാനമൊക്കെ ഉള്ള നാട്, മനുഷ്യത്വമുള്ള നാടാണ് കേരളം. ഈ കേരളം പിടിച്ചടക്കാൻ വേണ്ടി കാണിക്കുന്ന കോപ്രായങ്ങളാണിത്. ഇനിയും ഒരുപാട് വരും. മിഥുന്മാർ വരും, ഇതുപോലെ വിസർജ്യം വലിച്ചെറിഞ്ഞവന്മാർ വരും. അതുപോലെ തന്നെ റമദാൻ മാസം ആകുമ്പോഴത്തേക്കും വെള്ളം കിട്ടുന്നില്ല, ഭക്ഷണം കിട്ടുന്നില്ല, ഇതൊക്കെ ഈ നാട്ടിൽ നടക്കും. പലതും വരും. അപ്പോഴൊക്കെ ഈ നാട്ടിൽ നിഷ്കളങ്കരായ മനുഷ്യർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കും. മനുഷ്യനുള്ള കാലത്തോളം, മനുഷ്യത്വം അന്തർലീനമാകുന്ന കാലത്തോളം, അത് നഷ്ടപ്പെടുന്ന കാലത്ത് നിങ്ങളെയൊക്കെ ഞങ്ങൾ ഉൾക്കൊള്ളും.